ആളുകളൊക്കെ മറന്നിരുന്നതാ. പക്ഷെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോളാർ കേസും ഉമ്മൻചാണ്ടിയും ഒക്കെ മറന്നീക്കി പുറത്തു വരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സോളാർ പീഡനക്കേസിൽ കൊടുക്കുമെന്ന് ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നതായി മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിലിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കൊട്ടാരക്കര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സുധീർ ഈ നിർണായക മൊഴി കൊടുത്തത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്ന ഗണേഷ് കുമാർ തിരികെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും ഉമ്മൻചാണ്ടി അത് നിരാകരിച്ചതാണ് പകയ്ക്ക് കാരണമെന്നും തന്നോട് ഇതിന്റെ പേരിൽ പലതവണ രോഷം പ്രകടിപ്പിച്ചിരുന്നതായും സുധീർ കോടതിയെ അറിയിച്ചു. സുധീർ 2011 മുതൽ 2013 വരെ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. ഈ കാലയളവിൽ സോളാർ കേസിലെ പരാതിക്കാരിയുമായി ഗണേഷിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് മൊഴിയിൽ പറയുന്നത്. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും പരാതിക്കാരി നിത്യസന്ദർശകയായിരുന്നു. താൻ മന്ത്രിസ്ഥാനത്ത് ഇല്ലാത്ത കാലം ഉമ്മൻചാണ്ടിയും സുഖമായി ഇരിക്കാൻ സമ്മതിക്കില്ലെന്നും അവരെയെല്ലാം പീഡനക്കേസിൽ കുടുക്കി പാഠം പഠിപ്പിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നതായി സുധീർ വെളിപ്പെടുത്തുന്നു. സോളാർ കേസിലെ പരാതിക്കാരി ജയിലിൽ വെച്ച് എഴുതിയ കത്തിൽ പുതുതായി 4 പേജുകൾ കൂട്ടിച്ചേർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന കേസിലാണ് സുധീർ മലയിൽ സാക്ഷിയായി മൊഴി നൽകിയത്. ഗണേഷ് കുമാറും പരാതിക്കാരിയും പ്രതികളായ ഈ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടുത്താൻ ബോധപൂർവമായ ഇടപെടൽ നടന്നുവെന്ന സൂചനകളാണ് സുധീറിന്റെ മൊഴിയിലൂടെ പുറത്തു വരുന്നത്. UDF നേതാക്കളെ തകർക്കാൻ വേണ്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണിതെന്ന ആരോപണത്തിന് ഈ വെളിപ്പെടുത്തൽ കൂടുതൽ കരുത്തു പകരുന്നു. കഴിഞ്ഞ ആഴ്ച ചാണ്ടി ഉമ്മൻ പത്തനാപുരത്ത് ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ ഗണേഷ് കുമാർ തന്റെ കുടുംബത്തോട് അനീതി കാണിച്ചുവെന്നും ഗണേഷ് കുമാറിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് കരുതിയിരുന്നില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. പത്തനാപുരത്തെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മെമ്പർമാരുടെ അവരെ അനുമോദിക്കാൻ ചേർന്ന യോഗത്തിലാണ് ചാണ്ടി ഉമ്മൻ ഇത് പറഞ്ഞത്. അതിന് മറുപടിയായി ഗണേഷ് കുമാർ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിന്റെ കുടുംബം തകർത്തു എന്നാണ്. കൂടുതൽ തന്നെ കൊണ്ട് പറയിക്കേണ്ടെന്ന് മുന്നറിയിപ്പും ചാണ്ടി ഉമ്മന് ഗണേഷ് കുമാർ നൽകി. പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബം ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്ത് പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഗണേഷ് കുമാറിന്റെ പൊയ്മുഖം പുറത്തു വരും. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും മാറി മാറി പത്തനാപുരത്ത് ഇറങ്ങിയാൽ ഗണേഷ് കുമാർ അല്പം വിയർക്കും. മാത്രമല്ല ഇത്തവണ ഓർത്തഡോക്സുകാരും കരുതിയിരിക്കുക, ഉമ്മൻചാണ്ടിയോടുള്ള പ്രതികാരത്തിന് ചുട്ട മറുപടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഗണേഷ് കുമാറിന്റെ സ്വന്തം സ്ഥാനാർത്ഥികളും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികളും ഒക്കെ ഗോവിന്ദയായത്. മാത്രമല്ല 25 കൊല്ലമായില്ലേ, ഇനിയെങ്കിലും ഒന്ന് മാറി എന്നൂടെ? ഒരു മാറ്റം വേണമെന്ന് മറ്റൊരാൾക്ക് അവസരം നൽകണമെന്ന് മണ്ഡലത്തിലുള്ളവർ തന്നെ പറയുന്നു. ഏതായാലും ഇത്തവണ ഗണേഷ് കുമാറിന്റെ ബാലികേറാമലയായിരിക്കും പത്തനാപുരം, ഒരു സംശയവും വേണ്ട.